ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ എപ്പോഴും ഭയവും ഉത്കണ്ഠകളും ആകാംക്ഷകളും ആകുലതകളും നിരാശയും നമ്മെ പിടികൂടാൻ ഇടയുള്ളതിനാൽ കർത്താവിൽ മാത്രം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവ് ആദിയും അന്തവുമാണ്. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. നാം ഈ ഭൂമിയിൽ കാണുന്ന സമസ്തവും മാറ്റപ്പെടും. വ്യക്തികൾ, സമൂഹങ്ങൾ, സൃഷ്ടിജാലങ്ങളെല്ലാം മാറ്റപ്പെടും. ഇന്ന് ഉറപ്പുണ്ട് എന്ന് കരുതുന്നതിന് നാളെ ഉറപ്പില്ലാതാകുന്നു. ഇന്ന് ഒന്നുമല്ലാത്തതെന്ന് തോന്നുന്നത് നാളെ എല്ലാമായി മാറുന്നു. അതാണ് ഈ ലോകം. അതിനാൽ നാം വിശ്വസിക്കേണ്ടതും കാത്തിരിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ദൈവത്തിൽ മാത്രമാണ് എന്ന് നാം ഓർക്കുക. തീർച്ചയായും നമ്മുടെ കരങ്ങൾ അവിടുന്ന് പിടിച്ചിരിക്കുന്നു. നമ്മുടെ നന്മ കൊണ്ടോ നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. മറിച്ച് നാം പാപിയായിരിക്കെ, നാം അനീതി പ്രവർത്തിക്കുന്നവരായിരിക്കെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി സംരക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി പൊരുതുന്നു, നമ്മെ കാത്ത് പരിരക്ഷിക്കുന്നു, നമ്മെ കരുതുന്നു. എന്തുകൊണ്ട്? കർത്താവ് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് നീതിമാനാണ്. അവിടുത്തേക്ക് നമ്മെ നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് കുരിശു മരണത്തിൽ കൂടി അവിടുന്ന് ഏറ്റെടുത്തതിനാൽ അവിടുന്ന് നമ്മെ കാണുന്നത് പരിശുദ്ധരായിട്ടാണ്. അവിടുന്ന് നമ്മെ കാണുന്നത് നീതിമാന്മാരായിട്ടാണ്. അവിടുന്ന് നമ്മെ കാണുന്നത് നല്ലവരായിട്ടാണ്. അതിനാൽ തന്നെ കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു, മകനെ, മകളെ, നിൻ്റെ ഈ അവസ്ഥയെ കണ്ട് നീ ഭയപ്പെടരുത്. നിൻ്റെ ചുറ്റുവട്ടത്തും നടക്കുന്ന സംഭവങ്ങളെ ഓർത്ത് നീ ഭയപ്പെടരുത്. ഒരുപക്ഷെ നീ ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റുവട്ടവും ബോംബ് ഭീഷണികളും മിസൈലുകളും വന്നു വീഴാം. എന്നാൽ നീ ഭയപ്പെടരുത്. നീ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. കർത്താവിൻ്റെ വലിയ സൈന്യം നിനക്ക് ചുറ്റുമുണ്ട്. നീ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും ദൈവത്തിൻ്റെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു. നീ അത് കാണുക. ആത്മീയ നയനങ്ങളാൽ നീ അത് കാണുക. നീ ഇരിക്കുന്നിടത്ത് ചുറ്റും, നിന്റെ വാസസ്ഥലത്തിന് ചുറ്റും സ്വർഗീയ സൈന്യങ്ങൾ, ദൈവത്തിൻ്റെ ശക്തരായ ദൂതന്മാർ, സൈന്യങ്ങൾ കാവലടിച്ചിരിക്കുന്നു. അതിനാൽ ഈ ലോകത്തിലുള്ള ഒരു ശത്രുവിനും ഒരു യുദ്ധത്തിനും നിന്നെ തകർക്കാൻ സാധിക്കുകയില്ല. മകനെ, മകളെ, നീ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കർത്താവിനെ സ്നേഹിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം. അത് പാഴാക്കാതെ, കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചാലും ഈ ലോകത്തിൽ നിന്ന് ഞാൻ മരിച്ചു പോയാലും നീ എൻ്റെ കൂടെയുണ്ട്. അതിനാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ഭയപ്പെടുത്തുന്ന ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്കും എൻ്റെ കൂടെ നിന്ന് എന്നെ കരുതുന്ന, എന്നെ തേടിയെത്തി വന്ന് എന്നെ കണ്ടെത്തി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകും എന്ന വിശ്വാസം ഈ രാത്രിയിൽ എനിക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഒരുവൻ്റെ വഴി ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവന് മിത്രങ്ങളായി വരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. വിദേശത്തും നാട്ടിലുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നാട്ടിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
കർത്താവേ, ഈ മക്കളെ ഓർത്ത് വേദനിച്ച് നാട്ടിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ നീ ധൈര്യം കൊടുക്കണമേ. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വാസത്തോടെ എല്ലാ ദുഃഖവും വേദനയും ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി +2, +1, SSLC മറ്റു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും, CBSE, ICSE എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾ നല്ലതുപോലെ പഠിക്കാനും നല്ല ഒരു റിസൾട്ട് ഈ വർഷം കിട്ടുന്നതിനു വേണ്ടി എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 101, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവേ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല. വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്തു വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിൻ്റെ നഗരത്തിൽ അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളെ കരുതുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് ധൈര്യം നൽകി, ശക്തി നൽകി, സഹായം നൽകി, ഞങ്ങളോട് ഇത്രമാത്രം കരുതലുള്ള കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ പ്രതി, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രതി, അങ്ങ് ദിനംതോറും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന വലിയ നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ചെയ്ത നന്മകളെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. കർത്താവേ, എത്ര വലിയ അത്ഭുതങ്ങളാണ് നീ ഓരോ ദിനവും രാത്രിയും ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ദൈവമേ, യുദ്ധഭീഷണിയുടെ നടുവിൽ വസിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ. കർത്താവേ, ചുറ്റും മിസൈലുകൾ വന്നു വീഴുമ്പോൾ നിന്റെ ശക്തമായ കരം ഞങ്ങൾ താമസിക്കുന്ന ആ ബിൽഡിംഗ് എല്ലാം നീ സൂക്ഷിക്കുന്നതിനെ ഓർത്ത്, കരുതുന്നതിനെ ഓർത്ത്, ഒരു പോറൽ പോലും ഞങ്ങളുടെ ഭവനത്തിനോ ഞങ്ങളുടെ വാസസ്ഥലങ്ങൾക്കോ ഏൽക്കാതെ നിന്റെ ശക്തമായ കരം അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ശത്രുക്കളുടെ മുൻപിൽ നിനക്ക് ഞാൻ മേശയൊരുക്കും എന്ന് അരുളി ചെയ്ത നാഥ, നിന്റെ നീതിയെക്കുറിച്ച് ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, നീചമായ ഒന്നിലും ഞങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വഴിപിഴച്ച ഒരു ജീവിതം ഞങ്ങൾ വെറുക്കുന്നു. കർത്താവേ, ഹൃദയവക്രത ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങൾ ദൂരീകരിക്കുന്നു. ഒരു തിന്മയും ഞങ്ങളെ ഇനി സമീപിക്കുകയില്ല. എന്തെന്നാൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കാൻ കർത്താവിനും മാത്രമേ സാധിക്കുകയുള്ളൂ. ആരൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ, ഞങ്ങൾക്കൊത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ, എന്നാൽ അവർക്കാർക്കും ഞങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ സാധിക്കുകയില്ല. അവരെല്ലാം മാറിപ്പോകും. കർത്താവേ, നീ മാത്രമാണ് വിശ്വസ്തനായ ദൈവം. നീ മാത്രമാണ് എപ്പോഴും
ഞങ്ങളുടെ കൂടെയുണ്ടാകുന്നവൻ, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ളവൻ നീ മാത്രമാണ്. അതിനാൽ കർത്താവേ, നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഞങ്ങൾ പാടും, നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രകീർത്തിക്കും. ദൈവമേ, നീ വിശ്വസ്തരെ പ്രീതിയോടെ വീക്ഷിക്കുന്നവനാണല്ലോ. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്റെ നിഷ്കളങ്ക മാർഗത്തിൽ ഞങ്ങൾ ചരിക്കും. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മയും ദൂരീകരിക്കപ്പെടട്ടെ. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിക്കണമേ. മനസ്സിനെ, അന്തരാത്മാവിനെ, ഹൃദയത്തെ, ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ നീ പരിശോധിച്ച് നിനക്ക് പ്രീതികരമല്ലാത്ത എല്ലാം ഈ രാത്രിയിൽ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി, നിന്റെ മക്കളാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ എല്ലാമാണ്. നീ നിന്നെ തന്നെ ത്യജിച്ച് ഈശോയെ, നിന്റെ തിരുജീവൻ നീ വെടിഞ്ഞ് ഞങ്ങളെ നീ രക്ഷിച്ചു. നിന്റെ ജീവൻ നീ ബലിയർപ്പിച്ച് ഞങ്ങളുടെ ജീവനെ നീ കാത്തു പരിപാലിച്ചവനാണ്, കാത്തു സംരക്ഷിച്ചവനാണ്. അതിനാൽ ഇപ്പോൾ യുദ്ധഭീഷണിയുടെ മുൻപിൽ ഞങ്ങൾ നിന്നാലും ഞങ്ങളുടെ ജീവനെ നീ കാത്തു സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ നീ കാത്തുപരിപാലിക്കും. എന്തെന്നാൽ ഞങ്ങളുടെ ജീവനെ നീ നിലനിർത്താൻ, കാത്തുപരിപാലിക്കാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് നീ പീഠാസഹനങ്ങളും കുരിശുമരണവും പ്രാപിച്ചവനാണ്. കർത്താവെ, ഇന്നും നീ ജീവിക്കുന്നവനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുവാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ജീവനെ പരിത്യജിച്ചു എങ്കിൽ എൻ്റെ കർത്താവേ, ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുവിലും ഭീഷണികളുടെ നടുവിലും ദുരന്തങ്ങളുടെ നടുവിലും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിലും സകല അനർത്ഥങ്ങളും അപകടത്തിൻ്റെ നടുവിലും നിനക്ക് ഞങ്ങളുടെ ജീവനെ കാത്തു സംരക്ഷിക്കാൻ ശക്തനായ ദൈവമാണ് നീ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഭയം കൂടാതെ ഞങ്ങൾ ഇനി ഉറങ്ങും. എന്തെന്നാൽ ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾ വസിക്കുന്നത് സാധാരണ എല്ലാവരുടെയും കൂടെയല്ല, ദൈവകരങ്ങളിലാണ് ഞങ്ങൾ വസിക്കുന്നത്. അതിനാൽ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവായ ദൈവത്തിൻ്റെ സുരക്ഷിതമായ ശക്തമായ കരങ്ങളിൽ പിടിച്ചാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അതിനാൽ ഞങ്ങളിനി ഭയപ്പെടുകയില്ല. ഒരു യുദ്ധത്തിനും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു മിസൈലിനും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു അധികാരിക്കും ഒരനർത്ഥങ്ങൾക്കും ഒരു പൈശാചികതയ്ക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ലോകത്തെ വിജയിച്ച് മരണത്തെ പരാജയപ്പെടുത്തിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ചാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അതിനാൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രിയിൽ ഉറങ്ങും. കർത്താവെ, നിനക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ഇത് ഷെയർ ചെയ്യുന്ന വ്യക്തികൾ, ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, സ്ഥലങ്ങൾ എല്ലാ മേഖലയിലും സംരക്ഷിതമാകട്ടെ. ദൈവകരങ്ങളാൽ ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിക്കാൻ നല്ലതുപോലെ ജിജ്ഞാസയോടെ
ശുഷ്കാന്തിയോടെ പഠിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നാളെ എനിക്ക് ഈ പഠിക്കുന്നത് കൊണ്ട് വലിയ ഉപകാരമുണ്ടാകും, ഈ പഠിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ എനിക്കുണ്ടാകും, ആ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വിഷയങ്ങൾ കൃത്യമായി വ്യക്തമായി പഠിച്ചാൽ എൻ്റെ നാളത്തെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എളുപ്പമാകും എന്ന ബോധ്യത്തോടെ ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ കൃപ കൊടുക്കണമേ. ഉത്തരവാദിത്ത ബോധം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അവർ പഠിച്ചാൽ നാളത്തെ അവരുടെ ജീവിതം എളുപ്പമാകും എന്ന ബോധ്യം നൽകി കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ശുഷ്കാന്തി നൽകി പഠിച്ചതെല്ലാം നല്ലതുപോലെ ഓർത്ത് പരീക്ഷ എഴുതാനും ഈ പരീക്ഷയെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുകയും കാണുകയും ചെയ്ത് അതിൽ അവർ പൂർണ്ണമായി അവരുടെ കഴിവുകളെ തെളിയിക്കാനുള്ള ശക്തി നീ കൊടുക്കണമേ, ബുദ്ധി നീ കൊടുക്കണമേ, ജ്ഞാനം നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇവരുടെ രോഗാവസ്ഥയിൽ നിൻ്റെ നാമം മഹത്വപ്പെടുത്തണമേ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം നീ നൽകണമേ. ദൈവമേ, നിനക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മരുന്നോ ലേപന ഔഷധമോ അല്ല ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. എൻ്റെ കർത്താവാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. കർത്താവിൻ്റെ വചനമാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, ഏറ്റുപറയുന്നു, നീ മാത്രമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് നീ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നീ ആദിയും അന്തവുമാണ്, നീ ആൽഫയും ഒമേഗയുമാണ്. നീയാണ് ഞങ്ങളുടെ സകലതും സർവ്വതും എല്ലാം. പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ജീവൻ നിനക്ക് ഞങ്ങൾ തരുന്നു. ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെ നിനക്ക് ഞാൻ തരുന്നു. ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധിയെ നിനക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ ആകുലതകളെ, നാളത്തെക്കുറിച്ചുള്ള ആകാംക്ഷയെ നിനക്ക് ഞാൻ തരുന്നു. ഞങ്ങൾക്കാവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നിനക്ക് തരുന്നു. നീ തീരുമാനങ്ങൾ എടുക്കുക. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നീ സഹായം നൽകി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ശാന്തമായി കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ഈ രാത്രിയിൽ നിൻ്റെ മടിയിൽ ഉറങ്ങാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിൻ്റെ അനന്തമായ സ്നേഹവും വാത്സല്യവും കരുണയും കൊണ്ട് നിറച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ദിവസം എല്ലാം കൊണ്ടും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നല്ലൊരു ദിവസമാക്കി മാറ്റണമേ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാക്കി മാറ്റണമേ. നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളെ നീ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും ഞങ്ങൾ ദൈവത്തോട് കൂടെയായിരിക്കാൻ, കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും പരിപൂർണ മോചനം നൽകി, ധൈര്യം നൽകി, ശക്തി നൽകി, കർത്താവ് കൂടെയുണ്ട് എന്ന നല്ല ബോധ്യം, വിശ്വാസം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി, ശരീരത്തിനും മനസ്സിനും സന്തോഷമുള്ള ഒരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതം കാണാൻ അവിടുന്ന് നിങ്ങളെ വിളിച്ചുണർത്തട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ പല രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് യുദ്ധഭീഷണിയിൽ കഴിയുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. മറ്റ് യുദ്ധം നടത്തുന്ന സ്ഥലങ്ങളിലുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും ഭയത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ധൈര്യവും ശക്തിയും നൽകും, സമാധാനം നൽകും. അതിനാൽ നിങ്ങൾക്കറിയാവുന്ന നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുക. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ദൈവാനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളിത് അയച്ചു കൊടുക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണമേ, പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ നിങ്ങളോട് പറയുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.